എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അനി നന്ദുവിനെ കണ്ടിട്ട് വരുമ്പം അനിയെ കാത്ത് നിൽപ്പുണ്ട് നെവിൻ. വരുന്നത് ചോദിക്കും, എടാ നീ പറഞ്ഞോ എന്താ റിസൾട്ട്, അവൾക്ക് സമ്മതമാണോ എന്നൊക്കെ ചോദിക്കുമ്പം, നീ കാണിക്കുന്ന പോലത്തെ വെപ്രാളമൊന്നും ഞാൻ അവിടെ പോയി കാണിച്ചില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയും. അന്നേരം എന്താണ് സംഭവം എന്ന് ചോദിക്കുമ്പം അനി പറയുന്നുണ്ട്, ഇന്നും ഞാൻ എൻ്റെ അഭിപ്രായം പോലെയാണ് എല്ലാ കാര്യങ്ങളും അവതരിപ്പിച്ചത്. അപ്പോഴും അവൾ പറഞ്ഞത് നിന്നെ ഒരു ആങ്ങളെയായിട്ട് മാത്രമേ അവൾ കണ്ടിട്ടുള്ളൂ എന്നാണ്. അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പം, എടാ എനിക്ക് അവളെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം നിനക്കങ്ങ് തുറന്ന് പറയാൻ മേലായിരുന്നോ എന്ന് ചോദിക്കും. അന്നേരം അനി തിരിച്ചു പറയുന്നത് ഇങ്ങനെയാണ്, അവൾ നിന്നെ കാണുന്നത് ആങ്ങളെയായിട്ടാണ്. അങ്ങനെയുള്ള മനസ്സിലേക്ക് എനിക്ക് എങ്ങനെയാണ് പ്രേമം കുത്തിക്കയറ്റാൻ പറ്റുന്നത്, അതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന് നോക്കുമ്പോൾ, ഇങ്ങനെ മുന്നോട്ട് പോകണ്ടായിരുന്നു, ശരിക്കും ഈ കാര്യം ഡയറക്റ്റ് അവളുടെ അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ വെച്ചങ്ങ് പറയണമായിരുന്നു, അവൾ കേൾക്കെ അതായിരുന്നു നല്ലത് എന്ന് പറയുമ്പം അനി പറയുന്നുണ്ട്, എങ്കിൽ മാനം പോയേനേന്ന്. അന്നേരം അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പം അനി പറയുവാണ്, അവളുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ അറിയാം നിൻ്റെ അമ്മയുടെ സ്വഭാവം എന്താണ് എന്ന്. അത് അറിഞ്ഞു വെച്ചുകൊണ്ട് അവർ ഒരിക്കലും നന്ദുവിനെ നിനക്ക് വിവാഹം കഴിച്ച് തരികയില്ല. അവർ നിന്നെ നല്ല രീതിയിൽ ഒന്ന് ഉപദേശിച്ചു വിട്ടേനെ, അത്രയേ സംഭവിക്കുകയുള്ളായിരുന്നു. കാരണം ഇതിനു മുമ്പ് ഒരു ദിവസം അവളുടെ അച്ഛനും അമ്മയും കൂടെ വീട്ടിൽ വന്നിരുന്നു. അന്നേരം ആരോ നിൻ്റെ കാര്യം എടുത്തിട്ടു. അന്നേരെ അവർ പറഞ്ഞു, നിൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെയുള്ള പെൺകുട്ടികളൊന്നും ഇഷ്ടമല്ല, അപ്പം ആ രീതിയിലുള്ളവരെ വിവാഹം കഴിക്കുന്നതല്ലേ നെവീന് നല്ലത് എന്നൊക്കെ പറയുകയും ചെയ്തു എന്നൊക്കെ പറയും. ഏട്ടത്തിയൊക്കെ അതിന് സപ്പോർട്ട് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ, എന്ത് ചെയ്യാൻ, എൻ്റെ അമ്മ ഇങ്ങനെയായി പോയില്ലേ, ഇനിയിപ്പോൾ മാറ്റാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പം അനി പറയുന്നുണ്ട്, ഞാൻ വേറെ ഒന്നും കൊണ്ടും പറയുമല്ല, കുടുംബത്തിൽ കലഹം ഉണ്ടാക്കാതെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഒരു പെൺകുട്ടിയെ അമ്മയ്ക്ക് മരുമകളായിട്ട് കൊടുക്കുന്നതല്ലേ നല്ലത്, അതാകുമ്പോൾ മനസ്സമാധാനം ഇല്ലേ എന്ന് ചോദിക്കുമ്പം നെവിൻ പറയുന്നുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് മനസ്സമാധാനം കിട്ടും, പക്ഷേ സ്നേഹിച്ച പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ ആ ജീവിതം കൊണ്ട് വലിയ അർത്ഥമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ആകെ വിഷമിച്ച് നെവിൻ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ അനി മനസ്സിലോർക്കുവാണേ, ഈശ്വര, സ്നേഹിക്കുന്ന പെൺകുട്ടിയെ നിലനിർത്താൻ വേണ്ടി എന്തൊക്കെ നുണകളാണ് ഞാൻ പറയുന്നത്, ഇതിനിടയ്ക്ക് ബിസിനസ് നോക്കണം, അതിലും വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റത്തില്ല, എന്തൊരു അവസ്ഥയാണ് എൻ്റെത് എന്നൊക്കെ ഓർത്ത് ആകെ വിഷമത്തിലാട്ടോ അനി. ഇതെല്ലാം കഴിഞ്ഞ് നവീൻ എവിടെ നിന്ന് പോകുന്നല്ലോ. നവീൻ ഇങ്ങ് പോകുന്ന കുറച്ച് കഴിയുമ്പോഴേക്കും നന്ദു വിളിക്കുവാണ്. അന്നേരം നവീൻ ഒരു ടെൻഷനാണ് ഫോൺ എടുക്കാൻ, അവളിനി വേറെ എന്തെങ്കിലും പറയാനാണോ വിളിക്കുന്നത് എന്നൊക്കെ ഓർത്ത് ഫോൺ എടുത്ത് ഹലോ എന്ന് വിളിക്കുന്നത്. ഇതെന്താ സ്വരത്തിലൊരു പതർച്ച പോലെ, എന്താ നവീനേട്ടൻ എന്നെ ഇപ്പോൾ വിളിക്കാത്ത, കുറച്ച് ദിവസം ആയല്ലോ വിളിച്ചിട്ട് എന്നൊക്കെ പറയുമ്പം, സമയം കിട്ടിയില്ല അതുകൊണ്ടായെന്ന് പറയുമ്പം, ഞാനിവിടെ ബോറടിച്ചിരിക്കുമ്പോൾ ആകെ ഒരു നേരം പോക്ക് നവീനേട്ടൻ എന്നെ ഇടയ്ക്ക് വിളിക്കുന്നതാണ്, ആ വിളി അങ്ങനെ നിർത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ഇടയ്ക്ക് വിളിക്കാൻ മേലായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഞാൻ വിളിക്കണം ഓർത്തിരിക്കുമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ, എങ്കിൽ വിളിക്കണം കേട്ടോ എന്ന് പറയും. അപ്പം ഡ്രൈവിങ്ങിലാണെന്ന് പറഞ്ഞതുകൊണ്ട് ഫോൺ വെച്ചേക്കാം എന്ന് പറയുന്നു. ഇടയ്ക്ക് വിളിക്കണമെന്നും പറയുന്നുണ്ട്. നവീൻ വീട്ടിൽ ചെന്നിട്ട് വിളിക്കാമെന്നും പറഞ്ഞിട്ടാണ് ഫോൺ വയ്ക്കുന്നത്. ഫോൺ വെച്ച് കഴിഞ്ഞ് നവീൻ ഓർക്കുന്നുണ്ട്, അനി കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇനി അവളുടെ മനസ്സിൽ പ്രശ്നമൊന്നുമില്ല എന്നറിയിക്കാനാണോ അവൾ എന്നെ വിളിച്ചത് എന്നൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട്. ഏതായാലും ഇങ്ങനെ അങ്ങ് പോട്ടെ, എൻ്റെ മനസ്സിലുള്ള ഇഷ്ടം അവളുടെ മനസ്സിലും എന്തെങ്കിലും തോന്നിയാൽ മതിയായിരുന്നു എന്നൊക്കെ നവീൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ നന്ദു പറയുന്നുണ്ടായിരുന്നു അനിയോട്, നന്ദുവിന് സംശയമുണ്ട്, നവീൻ്റെ മനസ്സിൽ ഞാനാണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. ആ സ്ഥിതിക്ക് അങ്ങോട്ട് കയറി വിളിച്ചിട്ട് എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കണമെന്ന് പറയേണ്ട വല്ല കാര്യമുണ്ടോ നന്ദുവിന്? പിന്നീട് മുത്തശ്ശനെയാണ് കാണിക്കുന്നത്. മുത്തശ്ശൻ ആകെ ടെൻഷനിലാട്ടോ. മുത്തശ്ശൻ അമ്പലത്തിൽ പോയി ആകെ വിഷമിച്ച് സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കുവാണ്. മുത്തശ്ശൻ പറയുന്നുണ്ട്, ജീവിതത്തിൽ ഇന്ന് വരെ ഇത്രയും ടെൻഷനോടെ ഞാൻ ഈ തിരുമുമ്പിൽ വന്ന് നിന്നിട്ടില്ല, എനിക്കിതുപോലെ ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടില്ല, എൻ്റെ കൊച്ചുമകൻ മുംബൈയിലേക്ക് പോകുന്നത് വലിയൊരു ദൗത്യമായിട്ടാണ്, അവൻ അതിൽ വിജയിച്ച് തിരിച്ചു വരണം, അവൻ്റെ ഒപ്പം നിൽക്കണം എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കുറേ പ്രാർത്ഥനയൊക്കെ കഴിയുമ്പോഴേക്കും തിരുമേനി ഇറങ്ങി വരും. പറഞ്ഞ എല്ലാ വഴിപാടുകളും ചെയ്തിട്ടുണ്ട്, അതുപോലെ 101 ആൾക്കാർക്കുള്ള അന്നദാനവും റെഡിയാണ് എന്നൊക്കെ പറയും. അതുപോലെ ഇപ്പോൾ ബിസിനസ്സിൽ ഇത്തിരി മോശമായ അവസ്ഥയാണ് എന്നൊക്കെ പറയുമ്പം തിരുമേനി പറയുന്നുണ്ട്, അതെല്ലാം കരകയറി പോരും, നേരത്തെ മരുമകളും കൊച്ചുമോളും ഒക്കെ ആയിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയായിരുന്നു, എല്ലാത്തിനും മാറ്റം ഉണ്ടാകും എന്നൊക്കെ പറയുന്നു. അത് കഴിയുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞാൻ ഇവിടെ കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടേ പോകുന്നുള്ളൂ, കുറേ കഴിഞ്ഞ് പോകുന്നുള്ളൂ എന്ന് പറയും. ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് തിരുമേനി അങ്ങോട്ട് പോകുന്നു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അഭിയാണ്. അഭിയെ അടുക്കളപ്പണി വരെ ചെയ്യിപ്പിക്കുന്നുണ്ട് ദേവയാനി. അടുക്കളയിൽ പോയി നിന്ന് ഓരോന്ന് ചെയ്തു കൊടുക്കുമ്പോൾ ദേഷ്യമാണ് അഭിക്ക്. അരിഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് കൈ മുറിയുന്നുണ്ട്. അന്നേരം എനിക്ക് വശമില്ലാത്ത ഈ ജോലിയൊക്കെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ദേഷ്യപ്പെടുമ്പം ജലജ പറയുന്നുണ്ട്, ശരിക്കും ഞാൻ മടുത്തു, നീ ഒറ്റ ഒരുത്തനാണ് എനിക്ക് ഇങ്ങനെ ഒരു ഗതികേട് ഉണ്ടാക്കിയത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ജാനകി അങ്ങോട്ട് വരും. എന്നിട്ട് എന്താ ഒരു പ്രശ്നം ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ, അവന് പരിചയമില്ലാത്ത പണിയില്ല, അവൻ്റെ കൈ മുറിഞ്ഞു എന്ന് പറയുവാണ് ജലജ. അന്നേരം ഇതെന്തിനാ നീ ചെയ്യുന്നത്, ഞാൻ ചെയ്തോളാം, നീ
എഴുന്നേക്കട എന്ന് പറഞ്ഞ് ജാനകി ചെയ്യാനായിട്ട് ചെല്ലുവാണ്. അന്നേരം കറക്റ്റ് ദേവേനെ അങ്ങോട്ട് വരും. എന്നിട്ട് ദേവേനെ പറയും, അങ്ങനെ ഇപ്പം നീ ചെയ്യുമൊന്നും വേണ്ട, അവർക്ക് കൊടുത്തേക്കുന്ന ജോലി അവർ തന്നെ ചെയ്യണം, അത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണല്ലോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ജാനകി പറയുന്നുണ്ട്, ഇവരെന്തോ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പാണ്, അല്ലെങ്കിൽ രണ്ടുപേരും ഏട്ടത്തി പറയുന്നതെല്ലാം ഒരു എതിർപ്പും കൂടാതെ ഇങ്ങനെ ചെയ്യില്ല എന്ന് പറയുമ്പം ദേവേനി പറയുന്നുണ്ട്, അവൻ തെറ്റ് ചെയ്തു എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ, കാരണം തെറ്റ് ചെയ്യാതെ അവൻ്റെ ജീവിതം മുന്നോട്ട് പോവുകയില്ല, അതുകൊണ്ട് അവൻ ഇനിയും ചെയ്തുകൊണ്ടിരിക്കും, ഇനിയും ഇവന് മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നുമില്ല എന്ന് പറയും. അന്നേരം ജാനകി പറയുന്നുണ്ട്, അത് നേരാണ്, അതുകൊണ്ടാണല്ലോ അവൻ നമ്മുടെ എതിരാളികളുടെ കമ്പനിയിൽ മോഡലായിട്ട് നവ്യനെ വിട്ടത്, അത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി എന്ന് ജാനകി പറയുവാണേ. അന്നേരം അഭി പറയും, എനിക്ക് അവളെ അങ്ങനെ നിയന്ത്രിക്കാനൊന്നും പറ്റില്ല, അതുകൊണ്ടാണ് എന്ന്. അന്നേരം ദേവേനി പറയും, നീ നിയന്ത്രിക്കേണ്ട, നീ അവളെ കയറൂരി തന്നെ വിട്ടു, പ്രശ്നമൊന്നുമില്ല, അതിൻ്റെ എല്ലാം ശിക്ഷ അനുഭവിക്കാൻ പോകുന്നത് നീ ഒറ്റയ്ക്കായിരിക്കും, അത് ഞാൻ ചെയ്യുകയും ചെയ്യും എന്നിങ്ങനെ പറയുവാണ്. എന്നിട്ട് ജാനകിയോട് പറയുന്നുണ്ട്, നീ ഇവിടെ നിന്ന് ഇവരെ സഹായിക്കാനൊന്നും നോക്കണ്ട, എൻ്റെ കൂടെ പോരെ എന്ന് പറഞ്ഞ് ജാനകിയെ പിടിച്ചുകൊണ്ട് അങ്ങ് ദേവേനി പോവാണ്. പോയി കഴിയുമ്പോഴേക്കും അങ്ങ് ദേഷ്യം വരുന്നുണ്ട് അഭിക്ക്. അഭി പറയുക, എനിക്കിതെല്ലാം കണ്ടിട്ട് ദേഷ്യം വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ, നിൻ്റെ കയ്യിലൊരു തോക്കുണ്ടോ, ഉണ്ടെങ്കിൽ എന്നെ അങ്ങ് വെടിവെച്ച് കൊല്ല്, ഇവിടെ അടുക്കളയിൽ കിടന്ന് പണിയെടുത്ത് ഞാൻ മടുത്തു, എൻ്റെ കാര്യം പോട്ടെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോഴാണ് എല്ലാ അച്ഛനമ്മമാരും സങ്കടപ്പെടുന്നത്, അവരെ അതപ്പതിച്ചു പോയാൽ ഒരാൾക്കും അത് സഹിക്കാൻ പറ്റില്ല, പിന്നെ നിൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ആൾ പണ്ടേ നിന്നെയൊക്കെ ഉപേക്ഷിച്ച് പോയതാണ്, അയാൾ ഒരു നിർഘട്ടവനായിരുന്നു, അതേ സ്വഭാവം തന്നെയാണ് നിനക്കും കിട്ടിയേക്കുന്നത്, അതാണ് എൻ്റെ സങ്കടം എന്നൊക്കെ ജലജ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഇരുന്ന ഓരോ കാര്യങ്ങൾ അറിയാൻ തുടങ്ങുവാണ് അഭി. അന്നേരം അഭി പറയുന്നുണ്ട്, ഈ വീട്ടിലുള്ള എല്ലാവർക്കും ഇന്ന് വ്രതമാണെന്നല്ലേ പറഞ്ഞത്, ആ വ്രതം നമുക്ക് മുടക്കി കളയണം, അതിനുവേണ്ടി ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട്, മുട്ട മേടിച്ച് വെച്ചിട്ടുണ്ട് 2 ആ മുട്ട അവിയിലൊക്കെ ഇട്, അങ്ങനെ അവരുടെ വ്രതം അങ്ങ് മുടങ്ങിപ്പോട്ടെ എന്നാ പറയുന്നേ. അന്നേരം ജലജ പറയാ, അങ്ങനെ വല്ല നല്ല കാര്യവും പറയടാ, അങ്ങനെയായിരുന്നേ കുറച്ച് കൊഞ്ചുപൊടി മേടിച്ചുകൊണ്ട് വരായിരുന്നു, അത് സാമ്പാറിൽ വിടായിരുന്നു, അതാകുമ്പോൾ ആരും അറിയേല, അവർ സാമ്പാറും കഴിച്ചേനെ എന്ന് പറയുമ്പോൾ, ഇങ്ങനെയുള്ള ഐഡിയ ഒക്കെ ഇപ്പോഴാണോ പറയുന്നത്, നേരത്തെ പറയണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നു. അങ്ങനെ അഭി പോയി മുട്ട എടുത്ത് കൊടുക്കുകയാണ്. ആ മുട്ടയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ജലജയെ കാണിക്കുന്നുണ്ട്. ഈ തള്ളയ്ക്ക് വട്ടാന്ന് തോന്നുന്നത്, മുട്ടയെടുത്ത് അവിയലിനകത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെങ്കിലും അറിയേലേ, എന്തായാലും ഭയങ്കര സന്തോഷത്തിലാണ് മുട്ടയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. അതുപോലെ മുത്തശ്ശനെ കാണിക്കുന്നുണ്ട്. മുത്തശ്ശനെ ഭക്ഷണം കഴിക്കാനായിട്ട് വിളിക്കാൻ വരുവാണ് മുത്തശ്ശി. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, എനിക്ക് ഭക്ഷണം വേണ്ട, അമ്പലത്തിൽ നിന്ന് അവിടുത്തെ പ്രസാദം കഴിച്ചു, പിന്നെ അവിടെ ഉണ്ടായിരുന്ന അടയോ എന്തൊക്കെയോ തിരുമീന് കൊടുത്തു, അതുകൊണ്ട് ഇനി ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല എന്ന് പറയുവാണ്. അവിടെയും ജലജയുടെ പണി അങ്ങ് പാളിപ്പോയെ, മുത്തശ്ശൻ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നില്ല, മുത്തശ്ശനെ വ്രതം മുടങ്ങുന്നില്ല. അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, സത്യമാണോ ഭക്ഷണം കഴിച്ചു എന്ന് പറയുന്നത്, നേരത്തെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, എന്നെയും കൂടെ കൂട്ടിപ്പോയല്ലേ ഇതെല്ലാം ചെയ്യാറുണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ ചോദിക്കുമ്പോൾ മനസ്സിനാകെ ടെൻഷനാണ്, അതുകൊണ്ട് അമ്പലത്തിൽ കുറേ നേരം ഇരുന്നു, അന്നേരമാണ് തിരുമേനി ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞത്, അങ്ങനെയാണ് അവിടുന്ന് കഴിച്ചതെന്ന് പറയും. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്, ഇതിനു മുമ്പ് ഇങ്ങനെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല, രാത്രി നേരമാണ് ഉറങ്ങുന്നു പോലും ഇല്ലല്ലോ എന്നൊക്കെ പറയുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, താൻ എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം ഇതുപോലൊരു പ്രതിസന്ധി താൻ കണ്ടിട്ടുണ്ടോ, ഇല്ലല്ലോ, അപ്പം അതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷനുണ്ട്, ആദർശ് ഇതിനെയെല്ലാം തരണം ചെയ്യുമെന്ന് എനിക്കറിയാം, എങ്കിലും നല്ല പേടിയുണ്ട്, എന്തോ മനസ്സിൻ്റെ അകത്ത് എന്തോ ഒരു വിഷമം കിടക്കുവാണ് എന്നൊക്കെ പറയുന്നു. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, ആദർശ് എല്ലാം ചെയ്തോളും, ഒരു പ്രശ്നവും വരികയില്ല, വിഷമിക്കേണ്ട എന്നൊക്കെ പറയുന്നു. അത് കഴിഞ്ഞ് മുത്തശ്ശി ഭക്ഷണം കഴിക്കാനായിട്ട് അങ്ങ് പോവാണേ. ഈ സമയം ഡൈനിങ് ടേബിളിൽ നയനയും ദേവേനയും വന്നിരിപ്പുണ്ട്. ഭക്ഷണമൊക്കെ എടുത്ത് വെക്കുവാണ് ജലജയും അഭിയും കൂടി. അന്നേരം ദേവേനി പറയുന്നുണ്ട്, ഉണ്ടാക്കിക്കൊണ്ട് വെച്ച എല്ലാ ഭക്ഷണവും നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് കാണിക്കണമെന്ന്. അന്നേരം ഞങ്ങൾ ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കിയതോ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പം ദേവേനി പറയുന്നുണ്ട്, ഞങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ടേസ്റ്റ് ചെയ്യണം, നിന്നെ ഒന്നും ഞങ്ങൾക്ക് വലിയ വിശ്വാസമില്ലാന്ന്. അന്നേരം അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല ജലജയ്ക്ക്. പക്ഷേ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ്. ഞാനെല്ലാം കഴിച്ചതായിരുന്നു, അമ്മ നല്ല ഭംഗിയായിട്ടെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അഭി ജലജനെ ഒന്ന് പുകഴ്ത്തുന്നൊക്കെ ഉണ്ട്. പക്ഷേ കാര്യമില്ല, രണ്ടുപേരും ടേസ്റ്റ് ചെയ്ത് കാണിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കാണിക്കുവാണ്. അന്നേരം ദേവേനി പറയുന്നുണ്ട്, ഇതിനു മുമ്പ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുമ്പോൾ നിങ്ങളും ഞങ്ങളുടെ കൂടെ ഇരിക്കാറുണ്ടായിരുന്നു, അന്ന് ഞാൻ എതിർക്കാതിരുന്നത് നവ്യ കൂടെ ഉള്ളതുകൊണ്ടും അവൾക്ക് സംശയം തോന്നണ്ട എന്ന് കരുതി നിങ്ങളെ ഞാൻ ആ സമയത്തൊന്ന് വെറുതെ വിട്ടതാ എന്ന് പറയുമ്പോൾ, ഓ വലിയ മാന്യതയൊന്നും ഞങ്ങളോട് ആരും കാണിക്കാറില്ല എന്ന് പറയുമ്പോൾ, അങ്ങനെ കാണിക്കേണ്ട കാര്യം നിങ്ങളോട് അങ്ങനെ കാണിക്കേണ്ട കാര്യമില്ല, അതുകൊണ്ടാണ് കാണിക്കാത്തത്, അതുകൊണ്ട് ഇവിടെ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണ്ട എന്ന് പറയും. അന്നേരം മുത്തശ്ശിയും വന്നിരിപ്പുണ്ട്. മുത്തശ്ശിക്ക് ഇപ്പോൾ ഭയങ്കര ദേഷ്യമായിട്ട് അവരോട്. മുത്തശ്ശി പറയുന്നുണ്ട്, ഈ ഒരു അവസ്ഥ ഉണ്ടാക്കിയത് നിൻ്റെ മോനല്ലേ, അല്ലെങ്കിൽ ഒരു പ്രശ്നമില്ലായിരുന്നല്ലോ, നവ്യയുടെ മുമ്പിൽ പലതും ഒളിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കി ഇവൻ ഇതൊക്കെ തന്നെ അനുഭവിക്കണം, 2 കണ്ണിന് മുമ്പിൽ കാണുന്നത് തന്നെ ദേഷ്യം എനിക്ക്, ശരിക്കും ഇവനെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിടണമായിരുന്നു, എങ്കിൽ ഈ വീടിന് ഐശ്വര്യം ഉണ്ടാവുകയുള്ളായിരുന്നു എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി പറയുന്നുണ്ട്. മുത്തശ്ശിക്ക് ഭയങ്കര ദേഷ്യമാണ് അവരോടിപ്പം. ഏതായാലും ഭക്ഷണം എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നു, കഴിക്കാൻ തുടങ്ങുന്നു. അപ്പം ദേവേനി പറയുന്നുണ്ട്, ദേവേനി ഇന്ന് ഫുഡൊന്നും കഴിക്കുന്നില്ല, ഫ്രൂട്ട്സ്
മാത്രമേ കഴിക്കുന്നുള്ളൂ. നാളെ ആദർശ് മുംബൈയിൽ ആ ഡീൽ ഉറപ്പിച്ചതിന് ശേഷമേ ഇനി ഭക്ഷണം കഴിക്കുന്നുള്ളൂ. ദേവേനി ഫ്രൂട്ട്സ് മാത്രമാണ് കഴിക്കുന്നത്. അവിടെയും ജലജയുടെയും അഭിയുടെയും പ്ലാനിങ് പാളിപ്പോകുന്നു. ദേവേനയുടെ മൃതവും മുടങ്ങാൻ പോകുന്നില്ല. പിന്നെ നയനയോട് ചോദിക്കുന്നുണ്ട് മുത്തശ്ശി, നീയും ഭക്ഷണം കഴിക്കുന്നില്ലേ എന്ന്. നേരം ഇല്ല ഞാൻ കഴിക്കുന്നുണ്ട്, അമ്മ സമ്മതിക്കത്തില്ല എന്ന് പറയുമ്പോൾ വയറ്റൊരു കുട്ടിയുള്ള കാര്യം മറക്കരുത്, അതുകൊണ്ട് ഭക്ഷണം കഴിച്ചേക്കണമെന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. അതിനിടയ്ക്ക് ദേവേനെ അടുത്ത പണി കൊടുക്കുകയാണ് അബിക്ക്. അബി ഭക്ഷണം പ്ലേറ്റിലെടുത്തുകൊണ്ട് റൂമിലേക്ക് ചെല്ലാൻ പറയും. അന്നേരം അയ്യോ അത് വേണ്ട അമ്മായി, ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം എന്ന് പറയുമ്പോൾ നിനക്ക് വേണ്ടിയല്ല, നിൻ്റെ മോള് മുകളിലത്തെ റൂമിലിരിപ്പുണ്ട്, ആ കുഞ്ഞിന് ഇന്ന് ഭക്ഷണം കൊടുക്കുന്നത് നീയാണ്. ഇതിനു മുമ്പ് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നത് ഞാനും മോളും ഒക്കെയാണ്, ഞങ്ങൾക്കത് ഭാരമൊന്നുമല്ല. പക്ഷേ നിൻ്റെ കുഞ്ഞാണ് എന്നുള്ള കാര്യം നിനക്കറിയാലോ. അതുകൊണ്ട് ഇടയ്ക്ക് ആ കുഞ്ഞിനെ നീ സ്നേഹിക്കണം. ആ കുഞ്ഞിന് നേരെ അറിയത്തില്ല നീയാണ് അച്ഛനെന്ന്, എങ്കിലും നിനക്കറിയാലോ, അപ്പോൾ ആ സ്നേഹം നീ കൊടുത്തേ പറ്റുള്ളൂ. അതുകൊണ്ട് അത് ചെയ്യാൻ പറയുവാണ്. ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് അബിക്ക്. പക്ഷെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ആ ശരി അമ്മായി എന്ന് പറഞ്ഞ് ചോറൊക്കെ എടുത്തുകൊണ്ട് അങ്ങ് പോവുകയാണേ. പോയി കഴിയുമ്പം ജലജ ചോദിക്കുക എന്താ അച്ഛൻ വരാത്തേന്ന്. അന്നേരം അച്ഛൻ ഇന്ന് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലെന്നാണ് പറഞ്ഞത്, അമ്പലത്തിൽ നിന്ന് കഴിച്ചു എന്ന് പറയുമ്പോൾ അയ്യോ അച്ഛന് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചായിരുന്നു എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അത് നീ തന്നെ അങ്ങ് കഴിച്ചാൽ മതിയെന്ന്. അത്രയ്ക്ക് ദേഷ്യമാണ് മുത്തശ്ശിക്ക്. അന്നേരം ജലജ മനസ്സിലോർക്കുക ഇവർക്ക് മുകളിലേക്കുള്ള ടിക്കറ്റ് കിട്ടാനുള്ള സമയം കഴിഞ്ഞത്, എന്നിട്ടും അഹങ്കാരത്തിന് കുറവൊന്നുമില്ല എന്ന് ജലജ മനസ്സിലോർക്കുന്നുണ്ട്. ഏതായാലും വേറെ നിവൃത്തിയില്ലാതെ അഭി റൂമിലേക്ക് പോയായിരുന്നല്ലോ. റൂമിൽ ചെന്ന് ചന്തുമോൾക്ക് ഫുഡ് കൊടുക്കുവാണേ. അപ്പോൾ ചന്തുമോൾ പറയും എനിക്ക് വേണ്ട, എനിക്ക് എൻ്റെ അമ്മ തന്നോളൂ എന്ന് പറയുമ്പോൾ അയ്യോ അങ്ങനെ പറയല്ലേ, മോളിൽ നിന്നുള്ള ഉത്തരവാണ്, ഞാൻ തന്നെ ഭക്ഷണം കൊടുക്കണമെന്ന്. മോള് കഴിച്ചില്ലെങ്കിൽ എൻ്റെ കാര്യം വളരെ ഗതികേടിലാകും, ഇതിനേക്കാൾ വലിയ എന്തെങ്കിലും ജോലി അവരെനിക്ക് തരും, അതുകൊണ്ട് മോള് കഴിച്ചേ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് മോളെ കഴിപ്പിക്കുവാണ്. മോളെ കുറേ പറഞ്ഞു കഴിയുമ്പോൾ ഒരു വായങ്ങ് മേടിക്കും. അത് വായിലോട്ട് വെച്ച് കൊടുക്കുമ്പോഴാണ് കറക്റ്റ് റൂമിലേക്ക് നവ്യ കയറി വരുന്നത്. ഇത് കണ്ടിട്ട് ഈ സീൻ കണ്ടിട്ട് ഇങ്ങനെ ദേഷ്യം വന്ന് എരച്ച് നിൽക്കുന്ന നവ്യ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.